കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്ന പിങ്കി ആ സത്യങ്ങളൊക്കെ കണ്ടെത്തുവാണ്. അപ്പൊ കണക്കുകളും കാര്യങ്ങളും എല്ലാം വലിയ തിരിമറി നടന്നിരിക്കുന്നു. അപ്പൊ ആരോ ശരിക്കും പൈസയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് പിങ്കി ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അർജുൻ മടങ്ങി വരാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിങ്കിക്ക് സഹിച്ചില്ല. പിങ്കി ആണെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അടുത്ത ഒരു ഗൂഢതന്ത്രമൊക്കെ മെനഞ്ഞിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടത് പിങ്കി ആണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പിങ്കിയുടെ അടുത്തേക്ക് ഗൗതം വരുന്നുണ്ട്. പിന്നീട് നാളെ പോയി പരാതി കൊടുക്കണം മിലിറ്ററി ഓഫീസിലേക്ക്. അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പിങ്കിയോട് സംസാരിക്കുക. അപ്പൊ പിങ്കി പറഞ്ഞു, അർജുൻ മടങ്ങി വരുന്നതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും എന്റെ മനസ്സിൽ അർജുനൊരു സ്ഥാനം ഉണ്ടാവില്ല. കാരണം അർജുനെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. എന്റെ ഭർത്താവായിട്ട് ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അർജുനെ ഞാൻ ഒരിക്കലും ഭർത്താവായിട്ട് സ്നേഹിക്കില്ല, അല്ലെങ്കിൽ ഭർത്താവായിട്ട് അംഗീകരിക്കില്ല എന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം ഞെട്ടിത്തെറിച്ചിരിക്കുക. ഗൗതം പറഞ്ഞു, എന്തൊക്കെയാ പിങ്കി നീ പറയണേ? നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? അർജുൻ നിന്റെ ഭർത്താവല്ലേ? സുമംഗലാമയൊക്കെയാണ് എത്രയോ പ്രാർത്ഥനകളും നേർച്ചലും കാഴ്ചവെച്ചിരിക്കുന്ന അറിയോ അർജുനൻ തിരിച്ചു വരാനായിട്ട്. പിങ്കി പറഞ്ഞു, അർജുൻ തിരിച്ചു വരുന്ന എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഭർത്താവായിട്ട് കാണില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. പിങ്കി ഇങ്ങനെയൊന്നും പറയരുത്. നിനക്കറിയാലോ എന്റെ കല്യാണം കഴിഞ്ഞു, അതോടൊപ്പം തന്നെ നിന്റെയും കല്യാണം കഴിഞ്ഞാ. ഇനിയിപ്പൊ നീ പഴയതൊന്നും ചിന്തിച്ചിങ്ങനെ ഇരിക്കരുത്. പിങ്കി പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ഇതേ ഉള്ളൂ, ഒരേ ഒരു വാക്കുള്ളൂ. ഇനി ഈ വാക്ക് ഞാൻ മാറ്റില്ല. ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ അർജുനൊരു സ്ഥാനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങ് പോവാ. പിന്നീട് ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഗൗതത്തിന് മനസ്സിലായി പിങ്കിയുടെ മനസ്സ് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ അർജുൻ തിരിച്ചു വരുവാന്ന് അറിഞ്ഞപ്പോ ആർക്കാളുടെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ പിങ്കിയുടെ മനസ്സിൽ സന്തോഷമല്ല, സങ്കടവും ദേഷ്യമാണെന്നുള്ള കാര്യം ഗൗതം മനസ്സിലാക്കുകയാണ്. പിന്നീട് ഗൗതം നേരെ മുറിയിലേക്ക് ചെല്ലുക. അപ്പൊ ഗൗതത്തിന്റെ മുഖം കണ്ടപ്പം നന്ദ ചോദിച്ചു, എന്താ ഗൗതം സാർ, എന്തേലും പറ്റിയോ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അർജുനേട്ടനെ കുറിച്ച് ഓർത്തിട്ടാണോ? അർജുനേട്ടൻ തിരിച്ചു വരുന്നേ. ഹരിസാറ് കണ്ട ഉറപ്പായിട്ടും അർജുനേട്ടൻ തന്നെ ആയിരിക്കും. അതൊന്നുമല്ല. പിന്നെന്താ? പിങ്കിനെ കുറിച്ചാണോ? പിങ്കി എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. നാളെ പരാതി കൊടുക്കാൻ പോകുന്നതിനെ കുറിച്ച്. പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദയോട് പറഞ്ഞിട്ട് നന്ദയുടെ മനസ്സ് വേദനിക്കുന്നു കരുതി ഗൗതം അത് പറഞ്ഞില്ല. പിന്നീട് ഇതൊന്നും അറിയാൻ നന്ദ പറയാ, നാളെ കൊണ്ടേ പരാതി കൊടുക്കണം. ഒരു പക്ഷേ അർജുനേട്ടനെ തന്നെയായിരിക്കും ഹരിസാറ് കണ്ടത്. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഇത്ര നാളുകളായിട്ട് പോലും അർജുനേട്ടൻ എന്താ റിപ്പോർട്ട് ചെയ്യാത്തെ? അങ്ങനെയാണെങ്കിൽ മിലിറ്ററി ക്യാമ്പിൽ ആദ്യം പോയി റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അർജുനേട്ടന്റെ മനസ്സിൽ എന്തോ വലിയൊരു വിഷമമുണ്ട്. അല്ലെങ്കിൽ അർജുനേട്ടൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണ്ട. നിങ്ങൾ തമ്മിലുള്ള ആ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ അർജുനേട്ടൻ അറിയാവോന്ന് നന്ദ ചോദിക്കുകയാണ് ഗൗതമിനോട്. അപ്പൊ ഗൗതം പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഒരു പക്ഷേ ഇനി അത് അറിഞ്ഞിട്ടാണോ അർജുനേട്ടൻ ഈ വീട് വിട്ടു പോയത്? നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അറിഞ്ഞിട്ടായിരിക്കും. ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് ജീവിക്കുവാന്ന് അറിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരാത്തെ. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരു പക്ഷെ മാറി നിന്നായിരിക്കോ. നമ്മൾ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞൊന്നും കാണത്തില്ലായിരിക്കും എന്ന് പറയാം. ശരിയായിരിക്കും എന്ന് ഗൗതമിനും തോന്നി. ഒരു പക്ഷെ അർജുനെ കണ്ടെത്തുമായിരുന്നെങ്കിൽ സത്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവരായിരുന്നു. ഇപ്പോഴീ എതിർത്തിരിക്കുന്ന പിങ്കി പതുക്കെ പതുക്കെ അർജുനെയൊക്കെ സ്നേഹിച്ചു തുടങ്ങും. അർജുനോട് വന്ന് നിൽക്കുവാണെങ്കിൽ. പക്ഷെ അർജുനെ അതിനു മുമ്പ് കണ്ടെത്തണം. അതോടൊപ്പം തന്നെ വെല്ലുമേനെ കുറിച്ച് ഓർത്തിട്ടും ഗൗതത്തിന് സമാധാനക്കേടായിരുന്നു. എവിടെ എന്താണെന്നൊന്നും അറിയില്ല. നന്ദ പറഞ്ഞു, പോകുന്ന വഴിക്ക് വെല്ലുമേനെ കുറിച്ചും കൂടെ ഒന്ന് അന്വേഷിക്കാനല്ലേ? അച്ഛൻ പറഞ്ഞു, അന്വേഷിച്ചോ? ഞാൻ വരണോന്ന് ചോദിക്കണം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാന്ന് ഗൗതം പറയാണ്. പിന്നീട് കാണിക്കുന്ന പിങ്കി എന്ത് ചെയ്യുക, വീട്ടിലത്തെ കണക്ക് പുസ്തകമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അരുന്ധതി പോകുന്നതിന് ഇപ്പോൾ കുറെ കണക്കുകളൊക്കെ നോക്കാനായിട്ട് പിങ്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അരുന്ധതി എന്താ പോയതിന് ശേഷം അരുന്ധതി കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിങ്കി പിന്നെ അതൊന്നും നോക്കാൻ പോയില്ല. അതിന്റെ സങ്കടത്തിലൊക്കെ ആയിരുന്നു ഇരുന്നിരുന്നേ. പിന്നീട് പിങ്കി എന്ത് ചെയ്യുകയാണ്, ആ പുസ്തകങ്ങളെല്ലാം പോയി എടുക്കുവാണ്. എഴുതിയ ബുക്സ് എല്ലാം എടുക്കുവാണ്. ബുക്സ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് നോക്കാൻ തുടങ്ങി. ഈ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നുണ്ട്, മോഹിനിയുണ്ട്. അപ്പൊ ലക്ഷ്മിയമ്മ വന്നിട്ട്, എന്താ പിങ്കി മോളെ, നീ എന്താ നോക്കണേന്ന് ചോദിക്കുവാണ്. അല്ല ലക്ഷ്മിയമ്മേ, ഇത് കുറച്ച് കണക്കുകളും കാര്യങ്ങളും ഒക്കെയാ. ഇത് അരുന്ധതി വെല്ലുമ്മ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഏൽപ്പിച്ചാ നോക്കാൻ, ഓഡിറ്റ് ചെയ്യാനായിട്ട് ഏർപ്പാടാക്കിയതാ. പക്ഷെ ഞാനത് നോക്കിയിരുന്നില്ല. വെല്ലുമ്മ പോയതിന് ശേഷം പിന്നെ അതിന്റെ വിഷമത്തിലായിരുന്നല്ലോ എല്ലാവരും. ഇപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വന്നേ. ഞാനതൊന്ന് നോക്കാന്നുറത്ത് എടുത്തു വെച്ചാന്ന് പറയണം. പെട്ടെന്ന് ലക്ഷ്മിയിൽ ഒരു വെപ്രാളം കണ്ടു. മോഹിനി വെച്ച്, എന്തിനാ അതിന് ലക്ഷ്മിയുടെ അടുത്ത് വെപ്രാളപ്പെടുന്ന എന്തിനാന്ന് ചോദിക്കുകയാണ്. വെപ്രാളമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന മഹേശ്വരേട്ടനാണല്ലോ. അപ്പൊ ഇനി അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് കൈപ്പഴ വന്ന് വല്ല പണത്തിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്കൊരു വെപ്രാളുണ്ടായി, അത്ര ഉള്ളെന്ന് പറയാം. അതിനിപ്പോ ഏട്ടൻ ഇനിയിപ്പം തിരിമറിയൊന്നും നടത്തിയിട്ടില്ലോ, പിന്നെ ഏട്ടത്തെ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കുകയാണ്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമമായി പോയി ലക്ഷ്മിയമ്മയ്ക്ക്. അങ്ങനെയും ചെയ്യത്തില്ല, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ.
പിന്നീട് കണക്കുകളൊക്കെ കുറെയെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പിങ്കി പറഞ്ഞു, അതെ കണക്കുകളിലൊക്കെ നല്ല വ്യത്യാസം കാണുന്നുണ്ടെന്ന് പറയാം. മോഹിനി വെച്ച് വ്യത്യാസമായി, എത്ര രൂപയുടെ വ്യത്യാസമാണ് കാണുന്നത്? നല്ലൊരു എമൗണ്ടിന് തന്നെ വ്യത്യാസം കാണുന്നുണ്ട് ചെറിയമ്മയെന്ന് പറയാണ്. ഇത് കേട്ടത് ലക്ഷ്മിയമ്മ ഒന്ന് ഞെട്ടി. എന്റെ ഭഗവാൻ എന്താ കേൾക്കണേ? മഹേശ്വരനായിട്ട് അങ്ങനെ തിരിമറി നടത്തുവേ. ഇനിയിപ്പോൾ അദ്ദേഹത്തെ ചതിക്കോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അദ്ദേഹം നോക്കാതെ വന്നിട്ട് ഇനിയിപ്പം മാനേജർമാരെ മറ്റാരെങ്കിലും എന്തെങ്കിലും തിരിമറി നടത്തിയതാണോ, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പിങ്കി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കണക്കിലൊക്കെ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടി എടുത്താന്ന് അറിയില്ല പറയാണ്. പിന്നീട് കമ്പനികളുടെ ഓരോ കമ്പനിയുടെ എസ്റ്റേറ്റിന്റെ എല്ലാം കാര്യങ്ങൾ പിങ്കി നോക്കുവാണ്. ഓരോ കണക്കുകളും കാര്യങ്ങളും എല്ലാത്തിനകത്തും നല്ല വ്യത്യാസങ്ങളൊക്കെ കണ്ടെത്തി. അങ്ങനെ അതിന്റെ പേരിൽ കുടുംബത്തിലൊരു ചോദ്യം പറച്ചിലൊക്കെ ഉണ്ടാവുകയാണ്. മഹേശ്വരനോട് ഇതിനെക്കുറിച്ച് ലക്ഷ്മിയമ്മ പോയി ചോദിക്കുന്നുണ്ട്. പക്ഷെ മഹേശ്വരൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കൈമറത്തുക ചെയ്തേ. പിന്നീട് മോഹിനി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ആരാ എന്തായി ചെയ്തെന്നൊക്കെ അറിയണം. ഈ കണക്കുകളിലും കാര്യങ്ങളും ഇത്രയും വലിയ എമൗണ്ടിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അതാരാ തിരിമറി നടത്തിയെന്ന് അറിയണമെന്ന് പറയാം. അവസാനം ഗൗതമിന്റെ കാതുകളിലും ഇത് എത്തുവാണ്. ഗൗതമ അത് അറിയുവാണ് കാര്യം. വീട്ടിലെ കണക്കുകളും അല്ലാതെ എസ്റ്റേറ്റിലെ കണക്കുകളിലൊക്കെ വലിയ തിരിമറി തന്നെ നടന്നിട്ടുണ്ടെന്ന്. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ആണോ ആ പൈസ? ഇപ്പം അച്ഛനാണുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഗൗതമിന് അറിയാം. പക്ഷെ മഹേശ്വരനോട് ചോദിച്ചപ്പം അല്ലാന്നാണ് പറഞ്ഞത്. പിന്നെ ഗൗതമിന് പിന്നെ മഹേശ്വരനെ സംശയിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് പറഞ്ഞു, ഈ തിരിമറി നടത്തിയ ആരാണെങ്കിലും അവരെ നമുക്ക് കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി എല്ലാം ഓഡിറ്റ് ചെയ്യും. ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഓഡിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. പിങ്കിക്ക് മനസ്സിലായി, കള്ളം കപ്പലിൽ തന്നെയാന്ന് തോന്നേ. മഹേശ്വരൻ വെല്ലിച്ചനാന്നാന്ന് തോന്നേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. കാരണം ഇത്രയും കാലം ഈ കണക്കുകളും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരുന്ന മഹേശ്വരൻ വെല്ലിച്ചനായിരുന്നു. പിന്നീട് ജഗന്നാഥനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ജഗന്നാഥനോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, കണക്കുകളെയും കാര്യങ്ങളെക്കുറിച്ച്. ഓരോ എസ്റ്റേറ്റിന്റെ കാര്യം. ചെമ്പൻമേട് എസ്റ്റേറ്റിലേക്കാണ് കുറെ കാലങ്ങളായിട്ട് ആരും പോകുന്നില്ലായിരുന്നു. അവിടുത്തെ തേക്കൊക്കെ ആണെങ്കിൽ ആരോ വെട്ടി മാറ്റി, ആരോ അടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അരുന്ധതി പറയുകയും ചെയ്താ. അപ്പൊ അതിനകത്തൊന്നും മഹേശൻ ഒരു താല്പര്യം ഇല്ലെന്ന് പറയുകയും ചെയ്തായിരുന്നു. അതെല്ലാം പിങ്കിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. പിങ്കി ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മഹേശ്വരനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ മഹേശ്വരൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്തേ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പൊ പിങ്കിക്ക് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് വില്ലേച്ചൻ, ആരോടും പറയാൻ പറ്റാതെ. അതെന്താന്ന് കണ്ടുപിടിക്കണം. ഒരുപക്ഷെ വെല്ലുമ്മ ഇല്ലാത്തപ്പോൾ ഫുൾ സ്വാതന്ത്ര്യമായി. ഇപ്പൊ ചോദിക്കാനും പറഞ്ഞു, വെല്ലുമ്മ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചൊക്കെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യിക്കുമായിരുന്നു. പക്ഷെ ഈ 2-3 മാസക്കാലമായിട്ട് അതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നീട് പിങ്കി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, മോഹിനിയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആരെ മഹേശ്വരനെയാണോ ജഗന്നാഥനെയാണോ ആരെ കൊടുക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്നും പറയാൻ പറ്റില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.